Ladies and gentlemen, Malayalis, welcome back to yet another video. We are continuing with our reaction for Kerala Crime Files. Now we are at season 2. Season 1 the reaction is already there in this channel. Season 2 is a bit more special because we have Bahul Ramesh, who is a story writer for this one. After Kishkinda Kandam and Echo, Bahul Ramesh is ഫയറിൽ നിൽക്കുന്ന ഒരു ടൈമാണ് കറൻലി. ആൻഡ് അതുകൊണ്ട് തന്നെ ബാഹുൽ രമേശിൻ്റെ മുന്നത്തെ വർക്കിലോട്ടൊക്കെ നമ്മളെല്ലാം ഒന്ന് ഇൻട്രസ്റ്റ് പീക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരൻ്റെ വേറൊരു വർക്ക് ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടില്ല. കക്ഷി, അമ്മിണിപ്പിള്ള, മോഹൻ കുമാർ ഫാൻസ്, ഇന്നലെ വരെ ആൻഡ് മന്ദാരം. ഈ നാലിനും നമ്മുടെ എക്കോ ഓർ കിഷ്കിൻ്റെ കാണത്തിന് പോലെ റേറ്റിംഗ്സോ റിവ്യൂസോ ഇല്ല. സോ ഐ തിങ്ക് ബേസിക്കലി ഹി സ്റ്റാർട്ട് കിക്കിംഗ് ഓഫ് ആഫ്റ്റർ കേരള ക്രൈം ഫയൽസ് സീസൺ 2. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഐ തിങ്ക് കേരള ക്രൈം ഫയൽ സീസൺ 2 പോപ്പുലർ ആയിരുന്നെങ്കിലും അത്യാവശ്യം റിവ്യൂസും റേറ്റിംഗും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അൾട്ടിമേറ്റ്ലി ഹി ഗോട്ട് ഹിസ് ബ്രേക്ക് ആഫ്റ്റർ കിഷ്കിൻ്റെ കണ്ടം ഐ ഗെസ്. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് ലുക്കിംഗ് അറ്റ് ഹിം. ആൻഡ് പുള്ളിക്കാരൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അച്ഛന് വായിക്കാൻ കൊടുക്കും, എന്നിട്ട് ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറയും. പുള്ളിക്കാരൻ കംപ്ലീറ്റ് ചെയ്തൊരു സ്റ്റോറി ലൈൻ പറയുമ്പോൾ അതിലെങ്ങും തൊടാത്ത രീതിയിലാണ് പുള്ളിക്കാരൻ സ്ക്രിപ്റ്റ് എഴുതുന്നതൊക്കെ ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആൻഡ് നമുക്ക് കുറച്ചധികം സിനിമകളുണ്ട്. ചുരുളി ഉണ്ട്, പിന്നെ ഒരു ബിജു മേനോൻ ആസിഫ് അലിയുടെ ഒരു ഫിലിം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ചെയ്യണം. അഞ്ചാം പാതിരയുടെ ഇഷ്യൂ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്. ആ ഫിഡ്ജറ്റ്സിനുള്ള പുള്ളിയെ പിടിക്കുന്ന പാർട്ടൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് ഞാൻ ഫുള്ള് കണ്ടിട്ടില്ല. കാണുന്നത് മൈറ്റ് നോട്ട് ബി എ ബാഡ് ഐഡിയ, പക്ഷെ കുറച്ച് കണ്ടിട്ടുള്ളൂ എന്നുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. അത് മേ ബി വി ക്യാൻ അഞ്ചാം പാതിര വിൽ ഡു, കാരണം അത്രയ്ക്ക് പോപ്പുലർ ആയ സിനിമയാണല്ലോ. Okay, so without no further ado, let's get right into Kerala Crime Files. Oh, animal triology. Dogs. Lab അല്ലേ? ഗോൾഡൻ അല്ല, ലാബ്. പേര് മാത്രം കൊടുത്താൽ മതി. ഓ, Canine squad. Now, okay. എല്ലാം ഗോൾഡും സ്റ്റോണും 300 വർഷം പഴക്കമുള്ള പീസ് വരെ പോയ സെൻട്രൽ ഗവൺമെന്റ് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ ഏറ്റെടുക്കാനിരുന്ന പെയിന്റിങ്ങുകളും പുരാവസ്തുക്കളും പോലും കൊച്ചി തൃപ്പങ്ങൂരിലാണ് സംഭവം കൊച്ചിയുടെ ഹൃദയഭാഗത്താണ് സുരക്ഷാ സംവിധാനങ്ങളെ ആകെ കാറ്റിൽ പറത്തുന്ന ഈ മോഷണം നടന്നിരിക്കുന്നത്. വീട്ടുകാർക്ക് അത് കൊടുത്തു. ഞാൻ സാറിനെ കണ്ടു. ഒരാളെ മെഡിക്കൽ കോളേജിലോട്ട് മാറ്റിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. ഗുഡ് മോർണിംഗ് സാർ. ആ, ടെറിയാണ്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്, ഗുഡ് ബോയ്. ടെറി ഫോറൻസിക്കാര് മൈലക്കാട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ? ആ, വെയിറ്റ് ചെയ്യുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം. ടെറി, ഗുഡ് ബോയ്. ടേക്ക് ഇറ്റ്. എനിക്ക് വേണ്ട. ടെറി, കം. What's wrong, man? Good boy. Good boy. Come. Nothing. വാടാ. ടെറിയാണോ? സ്റ്റെപ്പ് സൈഡിലാണ്. എന്താ കുഴപ്പമുണ്ട്? വെറുതെ ഡോണ്ട്. What's going on? ഇയാളാണോ ഇനി മോഷ്ടിച്ചേ? What's going on here? What? Dude, this dog is trained very well, man. ഇതൊക്കെ എങ്ങനെ ചെയ്യിപ്പിച്ചെടുത്തു പട്ടിയെ കൊണ്ട്? What did he? What? No. എന്തായിരുന്നു പിന്നെന്തിനടുത്ത് തിന്നാൻ നോക്കിയതാണ്? വേണ്ട, പോലീസുകാരെ കൽപ്പാവും. ഇരിക്കണോ? ഓ വേണ്ട, ഇങ്ങോട്ട് നീങ്ങിയിരുന്നു. കാരണവർ ഇരിക്കട്ടെ. ആര്? ഈ ചേട്ടനോട് ഇരിക്കട്ടെന്ന്. എനിക്ക് വിൻഡോ സീറ്റ് വേണമെങ്കിൽ സ്ലീപ്പർ പെടുത്തു തരാം. ഇങ്ങോട്ട് നീങ്ങിക്കോ. എൻ്റെ ഒരാവശ്യമില്ലായിരുന്നു. കാലൊതുക്കിയടാ. എന്നെ എഴുന്നേപ്പിക്കണ്ടേ? കോടതി പറയണ ആർക്കാണ് എന്നെ കള്ളനാക്കേണ്ടതെന്ന് അറിയണമല്ലോ. പ്രസന്ന മിണ്ടാതിരി. അടി മേടിക്കുന്നേ. അടിയോ? താൻ അടിയോ? അതിനുള്ള ധൈര്യം ഉണ്ടോ? എനിക്കൊന്ന് കാണണമല്ലോ. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പൊ തനിക്കല്ലേ നെറ്റിൽ സ്റ്റിക്കർ ഒട്ടിച്ചെന്നെ കൊണ്ടുപോകണം. കുറ്റം ചെയ്യണതിന് മുമ്പേ ആലോചിക്കണമായിരുന്നു. ഓ, നീ കണ്ട ഞാൻ കുറ്റം ചെയ്യണേ? പിന്നെ വെറുതെ കയ്യിൽ വിലം കിടുവോ? ഞങ്ങളുടെ അടുത്ത് മാന്യന്മാരിറങ്ങിയിട്ടുണ്ട്. ഇവനൊക്കെ രാത്രി കുണിക്കാൻ പോണത് ഇവിടെ ആരും കാണുന്നില്ലെന്നാണ് വിചാരം. എന്നിട്ട് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്.
പട്ടികള് ഇത്രയുണ്ടെന്ന് ഞാൻ വന്ന് എണ്ണി നോക്കില്ല. അല്ല അത് കിട്ടാണ്ട് ചോദിച്ച് മേടിച്ചത് കുറച്ചുകൂടെ കൊടുത്തേക്ക്. പ്ലാൻ ചെയ്ത് കയറ്റിയതാണോ ഇവന്മാരെ? ഇന്ദ്രൻസ് പ്ലാൻ ചെയ്ത് അവന്മാരെ കറക്റ്റ് സ്റ്റോപ്പിൽ വെച്ച് കയറ്റിയതാണല്ലേ, വെറുതെ അല്ല. കവയ്ക്കാൻ പറ്റണില്ല. നാട്ടുകാരുടെ വീട് കണ്ടതാണ് ഞാൻ കൊണ്ടിട്ടുണ്ട്. വെഞ്ഞാറമൂട് എത്തണതിന് മുമ്പ് അമ്മമാർ ഇറങ്ങുകയും ചെയ്തു. 5.5 കിലോമീറ്റർ പോവാൻ സൂപ്പർ ഫാസ്റ്റ് പിടിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. നിന്റെ വക്കീലിനെക്കാളും ബുദ്ധിയുണ്ട് നിനക്ക്. ആ സ്വന്തം അളിയല്ല രണ്ടാമത്തവളില്ലേ ഷൈമ, അവളുടെ താഴെ ഉള്ളവള്. കുടുംബക്കാരെല്ലാം അറിയാലോ. മൈസൂരുകാരൻ കെട്ടിക്കൊണ്ടുപോയത്. ഓ തന്നെ, ആ മൈസൂരുകാരൻ തന്നെ ഇവൻ. ഓ തന്നെ. അവിടെയും DC ലിസ്റ്റ് കയറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് നാട്ടിലോട്ട് മുങ്ങിയതാ. എക്സ്ട്രാ കിടക്കാനുള്ള വകുപ്പ് APP ഞാനും കൂടെ വിചാരിച്ചാലോ? തൽക്കാലം ഒന്ന് ക്ഷമിക്കേ. അണ്ണ ഒരു ഫിഗർ പറഞ്ഞാൽ നമുക്ക്. എന്തിന്? എന്നെ പറഞ്ഞാൽ അവന് കിട്ടാനുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇയാൾ തന്നെ പ്ലാൻ ചെയ്തേ. ഓ, ഇന്നലെ വേറെ എന്തോന്നാണല്ലേ കേട്ടത്? അച്ഛാ അത് കമ്പനിയുടെ പേരാ, ഇതതിന്റെ X5 പോക്കോയാണോ? ആ ഉറപ്പാ. എന്നാ ഞാൻ വരുമ്പോഴത്തേക്ക് മോള് കുളിച്ചൊരുങ്ങി നില്ല്. ആ നീ എന്ത് പഠിക്കണം? പിന്നെ മൂളാത്തെന്ത്? ഞാൻ തന്നെ പോണോ അച്ഛാ? എന്റെ കൂട്ടുകാരികളെ എങ്ങാനും കണ്ടാലെന്ത്? നീ ഫോണ് കൂണെന്ന് പറയുമ്പോ ഞാൻ വാങ്ങിച്ചു തരണില്ലേ? അപ്പൊ ഞാൻ പറയണത് സ്വല്പം നിനക്കും കേൾക്കാം. എന്താ സംഭവം? ഓ എന്നെയും പോലീസിലെടുത്ത്. മോളെ വെച്ചും പോലീസ് അന്വേഷണമാണല്ലോ. പോലീസിന് ഇടപെടുത്താണ്ട് തപ്പാനാണെങ്കിൽ അണ്ണൻ ആ ബൈജുവിന്റെ അടുത്ത് പറഞ്ഞ് എടുപ്പിച്ച പോരായിരുന്നു. ഏയ്, ഈ അയ്യപ്പൻ എൻ്റെ ഒരു ബന്ധു കൂടിയാ. തന്നെയല്ല, അത്ര എളുപ്പത്തിലെടുക്കാൻ ഒതുങ്ങുന്നൊരു മുതലുമല്ല. 3 പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്നലെ പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. പണ്ട് കോഴിക്കോട് വടകരയിൽ നടന്നതിന് സമാനമായ ഒരു റാപ്പിഡ് ഏയ് അതാലോചിക്കും മാത്രമേ ഡബിൾ മൈൻഡ് ഉള്ളൂ. സാരമില്ല, ഇതിപ്പോ ഇങ്ങനെ തന്നെ പോട്ടെ. പൾമണോളജിയിൽ ഇപ്പൊ സെലിൻ ഡോക്ടർ ഉണ്ട്. 4 മണിക്ക് ശേഷമാണെങ്കിൽ ഡോക്ടർ രാജീവൻ ഉണ്ടാവും. സെലിൻ ഡോക്ടർ മതി. ഇതെന്താ ഇത്രയും പൊടിയൊക്കെ അടിക്കാൻ? എവിടെ വർക്ക് ചെയ്യണമെന്നാ പറഞ്ഞേ? DCRB പോലീസിലോ മറ്റോ ആണെന്നല്ലേ പറഞ്ഞേ? അതെ, പക്ഷെ ആ പോലീസിലല്ല. ആ രാവിലെയും രാത്രിയാണോ കൂടുതൽ? കരിപ്പം തുമ്മുന്നൊന്നും കണ്ടില്ല ഇത്ര നേരമായിട്ടും. ഡോഗ് ഉണ്ട്. വീടിനുള്ളിലിട്ടാണോ വളർത്തുന്നത് അതോ പുറത്ത് കൂടാക്കിട്ടോ? ഡോഗാണ്. അതാവാനും മതി. ഈ പൊടിയും രോമൊക്കെ അലർജി ഉണ്ടാക്കും ചിലർക്ക്. തൽക്കാലം 2 ആഴ്ച ഈ മരുന്ന് കഴിച്ചു നോക്കാം. ഉണ്ടാവല്ലേ പ്രശ്നക്കാര്. മമ്മിയും ചോദിക്കുന്നുണ്ട് ഇന്ന് തന്നെ പോണോന്ന്. 5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. രാവിലെ DYSP ചെന്ന് കണ്ടിട്ടൊക്കെ വേണം ചാർജ് പണ്ടാറങ്ങാൻ. അത് ശരി, സ്റ്റെഫി പറഞ്ഞു ഒന്നും തലയിലോട്ടല്ലേ കയറിയത്. ഇറങ്ങടാ, ഇറങ്ങിയ എത്ര വീടുകളുടെ ഉള്ളിൽ തന്നെ അല്ലേ വളർത്തുന്നേ? അവർക്കൊക്കെ കുഴപ്പം വരേണ്ടതാണല്ലോ. എടി അതാ പറഞ്ഞേ, ഇതങ്ങനെ എല്ലാവർക്കും പറയണമെന്നില്ല. 1,000-2 പേർക്കായിരിക്കും. നോവലിന് പണ്ടേ ഇഷ്ടക്കുറവുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോ ആദ്യം പിടിച്ചൊരു അറ്റംപ്റ്റ്. പോലീസിനെ സംബന്ധിച്ച് വലിയ നാണക്കേട് തന്നെയാണ്. ക്രിമിനൽ ബന്ധമുള്ള പോലീസുകാർക്കെതിരെ വന്ന ഈ നടപടി കണിയാറുകൾ തന്നെ കടത്തിവിടാതെ പോലീസ് കാവലാണ്. സസ്പെൻഷനും സ്ഥലം മാറ്റവും ഉൾപ്പെടെയുള്ള അച്ചടക്ക നടപടികൾ പൂർത്തിയാക്കി നാളെയോടെ പുതിയ പോലീസുകാർ ചാർജ് എടുത്തേക്കുമെന്ന് തന്നെയാണ്. നാളെ LKG ചേർത്ത പോലെ ആയിരിക്കുമല്ലോ. കണിയാറുവിള സ്റ്റേഷനിലെ SHOയും SIമാരും അടക്കം 28 പേരെയാണ്. ന്യൂസ് കണ്ട് ആ 28-ൽ നിങ്ങളുണ്ടാ? ഇപ്പൊ പറഞ്ഞ 28-ലില്ല, നാളെ 30 ആവും. അതിലുണ്ടാവും. അയ്യോ, എന്തോന്നു ട്രാൻസ്ഫർ അല്ലേ? അതതിന്റെ വഴിക്ക് പൊയ്ക്കോളൂ. നിന്നെ ഏൽപ്പിച്ച കാര്യം എന്താ അത് പറ. യെസ്, ഒറ്റ സെക്കൻഡ്. ബൈ റോഡ് ട്രാവലാണ്. രാവിലെ പൂജപ്പുര, ശേഷം വെമ്പായം, കന്യകുളങ്ങര, വെഞ്ഞാറമൂട്, പിന്നെ ഉച്ചയ്ക്ക് കൊട്ടാരക്കര. കൊട്ടാരക്കര എവിടെയാ? കൊട്ടാരക്കര ടൗണിൽ തന്നെ, ആ കോടതിയുടെ ഏരിയയിൽ എവിടെയാണെന്ന് തോന്നുന്നു. ഉണ്ട്. ലാസ്റ്റ് ലൊക്കേഷൻ ഇതിൽ കാണിക്കുന്നത് തമ്പാനൂരാണ്. ചേട്ടനെ ഫോളോ ചെയ്യണോ? ആന്റിയുടെ പോയോ? ഇല്ല, ഇറങ്ങാൻ നിൽക്കുവാ. എന്നാ പോണ്ട. വേണ്ടേ? ഒരു തവണ പറഞ്ഞില്ലേ ഞാൻ വരാൻ വൈകും.
നീ അമ്മയും കൂട്ടി പോയി ഫോൺ നോക്കിക്കോ. സാധനം എടുത്തിട്ട് വിളിച്ചാൽ മതി, ഫോണിൽ പൈസ ഇട്ടേക്കാം. അച്ഛൻ എവിടാ? പെട്ടെന്ന് സ്ഥലം കാര്യമാക്ക്. ശരിക്കും പോലീസ്. അഞ്ച് വർഷത്തിന് മേളിൽ ഷാഡോയിൽ തന്നെ തുടർന്ന് വരുന്ന 25 പേർക്ക് തിരിച്ച് പാരന്റ് സ്റ്റേഷനിലേക്ക് പോകാനുള്ള ഓർഡർ ആയിട്ടുണ്ട്. SHOമാർ ഇവർക്കുള്ള ഡ്യൂട്ടി അലൊക്കേഷന്റെ കാര്യങ്ങൾ നോക്കുക. ആക്റ്റീവ് ഡ്യൂട്ടിയിൽ തന്നെ പിടിപ്പിക്കണം. ചുളുവടിക്കാനുള്ള സ്കോപ്പിന് കൊടുക്കണ്ട. ചാർജിലുണ്ടല്ലോ. കണിയാർവിള സ്റ്റേഷൻ ആരൊക്കെ ഉണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു. പിന്നെന്താ പിടിക്കാഞ്ഞ്? കുറച്ചു കാലല്ലേ ഉള്ളൂ. അപ്പൊ ഈ വട്ടത്തിൽ തന്നെ സമാധാനമായിട്ട് കളിച്ചു തീർക്കാൻ കരുതി. അത് ശരി. ഇവിടെ ശ്രദ്ധിച്ചേക്കണേ, ഓൾറെഡി നാശകോശമായിരിക്കുന്ന സ്റ്റേഷനാണ്. പിന്നെ വട്ടം ഇച്ചിരി വലിയ വട്ടം ഇന്നലെ തന്നെ ഓർഡർ ആയിട്ടുണ്ട്. മെഡിക്കൽ ലീവിന് എഴുതിയിട്ടുള്ളവരുടെ ലിസ്റ്റ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ടാവും. അതൊഴിച്ചുള്ള സ്ട്രിംഗ് ഡീറ്റെയിൽസ് നാളെ 4 മണിക്ക് മുമ്പേ തന്നെ എന്നെ അറിയിക്കുക. കോടതി കാര്യങ്ങൾക്ക് ഡിലേ വരാണ്ടിരിക്കാൻ നോക്കുക. മാക്സിമം ആഞ്ഞു പിടിച്ചോ. ഓക്കെ ഓക്കെ. ശരി. ഫ്രഷ് ആയതുകൊണ്ട് ചെറിയൊരു സ്റ്റാർട്ടിംഗ് ഉണ്ടാവും. പിന്നെ ഇതൊക്കെ ഒരു പെട്ടി തുറക്കുന്ന പോലെ അകത്ത് സ്വർണ്ണമാണോ ഭൂതമാണോ എന്ന് അത് തുറക്കുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. സ്റ്റേഷനിൽ നിന്ന് പുതിയ 2 ട്രാൻസ്ഫർ ഓർഡർ വന്നെന്ന് കേട്ടു. പുതിയതൊന്നുമല്ല, ഇതൊക്കെ ഇന്നലെ തന്നെ തീരുമാനമായി തന്നെ. എല്ലാ നാറികൾക്കും ഒരു ഹര. ഇല്ല സാറോ? ഞാൻ കഴിച്ചാണ്. നല്ല ഒന്നുകൂടി കഴിക്കാം. ഇവിടുത്തെ സിവിൽ സ്റ്റേഷൻ ക്യാൻറ്റീനിലെ പുട്ടും ബീഫും മുറ്റാണെന്ന് കേട്ടിട്ടുണ്ട്. പുട്ടും ബീഫും വേണം. ഉച്ചയ്ക്ക് പുട്ടും ബീഫും ആക്കിയാലോ? 28 പേര് ഇന്ന് കാലത്തോട്ട് റിലീവ് ചെയ്തിട്ടുണ്ട്. ഇന്ന് വന്ന ലിസ്റ്റോ? ഇന്ന് വന്ന ട്രാൻസ്ഫർ ഓർഡർ 2 പേർക്കാണ്. അതിലൊരാൾ SPC ഡ്രില്ലിലാണ്. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് പാസ്പോർട്ട് ഉച്ചയ്ക്ക് ഒന്ന് വാങ്ങും. അധികം താമസിക്കണ്ട, വേറെ ആളെ വിട്ടിട്ട് വരാൻ പറയട്ടോ. സാർ ഇവയെ പോയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം സ്റ്റേഷനോട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. വിളിച്ചു നോക്കിയില്ലേ? എടുത്തില്ല. വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക്. നല്ല ഫോൺ അയച്ചി. ഇപ്പോഴത്തെ സ്കൂൾ പിള്ളേർ കംപ്ലീറ്റ് ചെയ്താ യൂസ് ചെയ്യുന്നത്. ഇതിനെത്ര വില വരുന്നത്? അമ്പിളിസാനോട് തരാൻ പറഞ്ഞാൽ മതി. I don't want to see this. എടുക്കുന്നില്ല. ഓ അത് സാരമില്ല, സാർ തിരക്കായിരിക്കും. നീ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. അപ്പോൾ ഇന്നലേക്കും എല്ലാം ചെയ്ത സ്റ്റേഷനിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാൻ പറയണേ. അമ്പിളി രാജു. ഒരു ദിവസമായിട്ട് പോയിട്ട് നിങ്ങൾക്ക് പേടിയൊന്നുമില്ല? ഇന്ന് ട്രാൻസ്ഫർ ഓർഡർ വന്നവരിൽ ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ രാത്രി മുതൽ റെസ്പോൺസ് ഒന്നും ഇല്ലെന്ന വീട്ടുകാരൻ പറഞ്ഞത്. പേരെന്താ? പേര് അമ്പിളി. കെ അമ്പിളി രാജു. വാ സുനിൽ സാർ. വരാൻ പോകുന്ന പഴയ ടീമെല്ലാം ഉണ്ടല്ലോ. എങ്ങോട്ടാ? ചെങ്ങന്നൂര്. പണിഷ്മെന്റ് ട്രാൻസ്ഫർ അടിച്ചു മേടിച്ചിരിക്കുന്ന മുതലാ. എന്താ സാർ? അല്ല, പുള്ളി സ്റ്റേഷനിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഫോണിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അമ്പിളിനെ അങ്ങനെ പറയാണ്ട് ഓഫ് എടുക്കാറില്ലല്ലോ. ഇനി ഓർഡർ കൈപ്പറ്റാതിരിക്കാൻ വേണ്ടിട്ട് വലിഞ്ഞടക്കായിരിക്കും. അയ്യോ നമുക്കല്ല സാറേ ഇതൊക്കെ. സഡൻ ട്രാൻസ്ഫറും സർപ്രൈസും അങ്ങേർക്ക് ഇതൊക്കെ 2 ആഴ്ച മുന്നേ അറിയായിരിക്കും. ആരുമായിട്ടാ പോയത്? ഒരു റിമാൻഡ് പ്രതിയാ. സ്നാച്ചിങ് കേസ്. അത് ഇന്നലെ ജാമ്യായി. അവിടെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വല്ല വിവരം കിട്ടുമോ? മറ്റാണോ? അല്ല, പോലീസിൽ ഇപ്പൊ അതിന്റെ ഒരു സീസണാ. ഞാൻ മലപ്പുറത്തിരിക്കുമ്പോഴാ AC ഒരുത്തും കയറി തുമ്മിയത്. അവിടേക്കും ചാട്ടപ്പാറടിയും കുരിശ. Not a good sign. Okay, next episode. അജു വർഗീസ് ഉണ്ടോ സീസൺ 2? കാരണം പഴയ ടീം പഴയ പോലെ ഒരുമിച്ച് വരികയാണല്ലോ. നമ്മുടെ ഇൻട്രോയിൽ കാണിച്ചെന്തായിരുന്നു? ടെറി ഈ മൗത്ത് മസിൽ ഇങ്ങനെ എല്ലാ സമയത്തും ഇട്ടോണ്ടിരിക്കണം എന്നില്ല കേട്ടോ. അത് അതിന് വെറുതെ സ്ട്രെസ് ആവത്തേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഡോഗ് വീക്കാ. കടി പേടിച്ചിട്ടല്ലേ? ഒന്നേന്ന് കണ്ടീഷൻഡ് ആവണല്ലോ. മറ്റേ ഒരു സ്കാൻ ചെയ്ത് നോക്ക്. ആ സാധനം എൻ്റെ അതുണ്ടെന്ന് തോന്നുന്നു. മാത്രമേ ഉള്ളൂ. ഡോക്ടർ പറയണത് എക്സ്റേ എടുക്കണമെന്നാ. എക്സ്റേയോ? വല്ല മരുന്നിൽ ഒതുക്കാൻ പറ. അവര് നേരത്തെ തന്നെ ചെയ്യില്ല. അവർക്കും അതല്ല എളുപ്പം. അതും ശരിയാ. കല്ലല്ല, കരിങ്കല്ല്.
എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആയ. അയ്യപ്പൻ ഈ അയ്യപ്പനാണോ ആ അയ്യപ്പൻ? ഇവനെയൊക്കെ ഇയാളാണ് എൻട്രൻസ് എന്തെങ്കിലും ചെയ്ത. നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ കായം നരിഞ്ഞു വെക്ക്. ഓ വെയിറ്റ്, ആ പട്ടയ്ക്ക് എന്തെങ്കിലും പറ്റിയതും അയ്യപ്പൻ എന്തെങ്കിലും മറ്റേ ഇൻട്രൻസിന്റെ ക്യാരക്ടറിന് അമ്പിളി, ഇതിനുള്ള കോമൺ ലിങ്ക് ഇയാളല്ല, ഇയാളാണ് ഇതെല്ലാം ഒപ്പിച്ചു വെക്കണേ. പട്ടിക്ക് പണി കൊടുത്തതും മറ്റേ ആൾക്ക് പണി കൊടുത്തതും. നേരം വെളുക്കുമ്പോ തൊട്ട് അപ്പ് ആൻഡ് ഡൗൺ പറയണ നമ്മുടെ തിരിലടെ ഇത് തന്നെയാണ് വാലാട്ടുന്നതിന്റെ കുട്ടി. സാർ ഇവിടെ കോണ്ടാക്റ്റിൽ ഉണ്ടായിരുന്നവരോടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. കുര്യച്ചൻ്റെ ഒരു ഡോക്ടർ ട്രെയിനർ ആയിരുന്നില്ലേ? അല്ല, ഒരു ഡോക്ടർ ട്രെയിനർ, ഒരു അസാധ്യ ഡോക്ടർ ട്രെയിനർ. ഞാൻ വിളിച്ചോളാം. പരിശ്രേശ്വർ കുര്യന്റെ ഈ അല്ല ഏ പ്രതിപ്പെട്ട് പിന്നെ സുപ്രീം കോടതിയിൽ നിന്ന് പോലും ഊരാൻ പറ്റാത്ത ലോക്കിട്ട് അങ്ങ് എഴുതി കളയും. എന്നിട്ടിപ്പോ നടപടി വന്നപ്പോ ഈ പിക്ചറൊന്നും അല്ല പുള്ളിക്ക്. അത് സാറേ, പുറത്തുനിന്ന് കാണും പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടല്ല ഇവിടെ കാര്യങ്ങൾ ഓടുന്നത്. എല്ലാവരെയും പണിക്ക് സിനിമാ പോലീസ് കളിച്ചു പോകാൻ ഒരു ജില്ലയിലെ പോലീസുകാർക്കും പറ്റൂല. ട്രിവാൻഡ്രത്ത് തീരെ പറ്റൂല. പിന്നെ മനുഷ്യന്മാര് സോഷ്യലിസ്റ്റ് ആണല്ലോ. ഞാനൊരു 3 മാസം കഴിഞ്ഞ് വരാം. സാറും ഇതൊക്കെ തന്നെ പറയുള്ളൂ. അമ്പിളി ഈ പറഞ്ഞില്ലേ ഏസേടാ? അമ്പിളിയാണെങ്കിൽ സൈഡില്ല, അത് അങ്ങേരെ കളി. എല്ലാവരുടെ അടുത്ത് തൂങ്ങാൻ നിൽക്കും. അതുകൊണ്ട് എന്താ, ട്രിവാൻഡ്രത്തെ ടീമൊന്നും പുള്ളിനെ തൊടൂല. പൈസ വാങ്ങാത്തവരോട് എക്സ്ട്രാ മെറിറ്റ് ഇവർ കണക്കാക്കുമല്ലോ. അപ്പൊ ട്രാൻസ്ഫർ കിട്ടാനുള്ള യോഗ്യതയൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? സ്റ്റേഷൻ ഇടപെടലും പൊളിക്കുമ്പോൾ ഉള്ളുന്നാർക്കും പരാതി വരാണ്ടിരിക്കാൻ പേരിനൊരു ട്രാൻസ്ഫർ. അങ്ങർക്ക് അവിടെ ഒരു ലോട്ടറി സെറ്റപ്പ് ഉണ്ട്. എവിടെ ആണെങ്കിലും വൈകിട്ട് അവിടെ പോയി ഒരു ലോട്ടറി എടുത്തിട്ട് വീട് പിടിക്കും. ആ ലോട്ടറി കെട്ടറെ പേരറിയോ? ഡിപ്പാർട്ട്മെന്റ് എന്താ പുള്ളിയോട് ഇത്ര ഇൻട്രസ്റ്റ്? കുറച്ച് ലോട്ടറി പിരാന്തുണ്ട്. ഡെയിലി അവിടുന്ന് ഒരു 1500 രൂപ എടുക്കും. ധനലക്ഷ്മി എന്നൊരു ടോളിന്റെ പേരാണ് പറഞ്ഞത്. ആ സ്ഥിരം കേന്ദ്ര. പിന്നെ പുള്ളി ലേശം രാശിയൊക്കെ നോക്കുന്ന കൂടുതലാണ്. ഇന്നൊരു 500 അടിച്ചാൽ സ്പോട്ടിൽ എടുക്കും അടുത്ത 10. അങ്ങനെ അടിച്ചു കിട്ടി. പിന്നെ സാറിനത് കണ്ടിട്ട് പോലാന്ന് ചോദിച്ചതാ. നശിക്കാൻ ചെല്ലു. ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ട് പോവാം. അല്ല സാറേ, പിന്നെ കോട്ടേഴ്സ് കഴിഞ്ഞായിരുന്നേ. ഒരു ദിവസമെങ്കിലും ഒരു സമാനമായിട്ട് എടുത്ത് ഉറങ്ങിട്ടുള്ളൂ. താൻ ഇന്ന് ഇവിടെ സീരിയലൊക്കെ വാക്കി പിടിച്ച് വെച്ചതാ. 10-25 അമ്പിളിയുടെ കണക്ക്. പക്ഷെ വാങ്ങിയില്ല. അന്ന് വിളിച്ചു നോക്കാറുന്നില്ലേ? ഏത് പുത്തരിയ? ആ, അവനാ സമയത്ത് പാലത്തിലൂടെ കറങ്ങുന്നതാ. അതുവഴി നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കാണാതിരിക്കില്ല. ഇല്ലേ കണ്ട എന്തായാലും സാറിൻ്റെ അടുത്ത് മിണ്ടിയിട്ടേ പോകുള്ളൂ. പിന്നെ നിങ്ങളൊന്ന് ബൈപ്പാസ് തിരക്കി വെക്കും. ഞാൻ എൻ്റെ പയ്യന്മാരെ ചോദിച്ചിട്ട് പറയാം. നീ ഇങ്ങനെ എല്ലാവരും വിളിച്ചറിയിച്ച് ബേജാറാക്കൊന്നും വേണ്ട. അല്ല, എന്തൊരു ഇടപാടും കൊണ്ടൊരു കർണാടക ടീം കറങ്ങിടപ്പെന്ന് വിനോദം പറഞ്ഞായിരുന്നു. അമ്പിളി നൈറ്റ്. ഓ, നിങ്ങൾ വേണ്ട. കാർ ഓട്ടോയെ ഫോളോ ചെയ്ത് തന്നെയാണെന്ന് എന്താ ഉറപ്പ്? ഈ സാർ പുതിയതാണ്. ഇന്നലെ ജോയിൻ ചെയ്താ. നീല കളറാ. മോഡൽ എന്തേലും? മോഡല് വിയോൺ വേരിയന്റ് ഡിലൈറ്റ് പ്ലസ്. നമ്മൾ ഈ കേട്ട പോലെയൊക്കെ തന്നെ പുള്ളിയെങ്കിൽ ഇച്ചിരി ലെവലിട്ട കണക്ഷൻസ് ഉള്ള ആളെന്ന് ഉറപ്പാ. പിന്നെ ഇങ്ങനെ ഫോൺ എടുക്കാത്ത ശീലം ആരും പറയുന്നില്ല. ചലോ പത്മനാഭ. പത്മനാഭ തിയേറ്റർ. അകത്ത് കയറിയോ? സംസാരിച്ചോണ്ടെന്നും തോന്നുന്നു. ഡ്രൈവറായിട്ട്. ഓ, എന്നിട്ടാണ് കയറിയത്. കാറിൽ കയറിയെന്ന് ഉറപ്പല്ലേ? അങ്ങനെ ഗ്യാരണ്ടി ഒന്നും ചോദിക്കരുത്. കയറിയതല്ലെന്ന് തോന്നിയത്. മിററിൽ കൂടെ കണ്ടല്ലേ. വരാത്തന്നെ കണ്ടത് കണ്ണാടി കൂടെ. ആ വണ്ടിക്ക് സ്റ്റിക്കർ നമ്മളുണ്ടായിരുന്നു കേട്ടോ. എന്തെമ്പളോ? ഈ റെന്റക്കാരനെ കൊട്ടിക്കൂലേ, ആ ടൈപ്പ്. കണ്ണാടി കൂടെ അത്രയൊക്കെ കാണാല്ലേ? കുറച്ചും കൂടി ഒന്ന് നോക്കിയും കണ്ടാവാം. നാട്ടുകാരോട് ഈ മാവേലിക്കര പോലെ ആയിരിക്കില്ല. സിവിൽ പോലീസ് ഓഫീസർ കെ അമ്പിളി രാജുവിനെയാണ് 11-ാം തീയതി വൈകുന്നേരം തൊട്ട് കാണാതായത്. അമിത ജോലിഭാരവും സമ്മർദ്ദവും കാരണം പോലീസ് ഉദ്യോഗസ്ഥരെ കാണാതാവുന്നത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്.
ആകുലതകൾ വേണ്ടെന്നും ടവർ ലൊക്കേറ്റ് ചെയ്തതിൽ നിന്നും തക്കതായ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളതായും നെടുമങ്ങാട് വണ്ടി പോലീസ് കഴുകുന്നു. അറിയിച്ചു. ചോര അറിയാൻ വേണ്ടിയാണോ? നോബിളെ പറയേ. റോഡും ഈ കാനയും തമ്മിൽ അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ട് അബദ്ധത്തിൽ തെറിച്ചു വീണതാൻ ചാൻസ് കുറവാണ്. ഓടുന്ന വണ്ടി നിറഞ്ഞായിട്ടാ തോന്നുന്നത്. പിന്നെ ബൈപ്പാസ് ജംഗ്ഷൻ അവിടെ വെച്ച് തന്നെ കയറായിരുന്നില്ലേ? അല്ല, അതാ ലോട്ടറിക്കാരൻ കാണണ്ടെന്ന് കരുതിട്ടായിരിക്കും. ഞാൻ എന്തായാലും ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് 1-2 കടകളും ATM ഒക്കെ ഉണ്ട്. അവിടുത്തെ ക്യാമറയിൽ ഈ കാറ് വെട്ടിട്ടുണ്ടോ എന്ന് നോക്കാം. ശരി. സാധാരണ തന്നെ തെറിച്ചു വീണതായിരിക്കില്ല. ഓബ്വിയസ് അല്ലാത്ത എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം സാറിന്റെ കണ്ണത്തിന്റെ ആയിരിക്കും പിടുക. ലാബിൽ നിന്ന് പറഞ്ഞിട്ട് കൺഫേം ചെയ്താൽ മതി. ആ മൊബൈലിന്റെ ബാക്കിൽ ഇത്തിരി ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. ഉറപ്പില്ല, അതാണ് കൺഫേം ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞത്. ഇത് ജനമൈത്രി സമിതിയുടെ. പിന്നെ വരാൻ പറ. സർ ഓർക്കുന്നില്ലേ രാജീവൻ? രാജീവ ഒന്ന് വെളിയിലോട്ട്. സർ ഇങ്ങോട്ട് ഇതിലേക്ക് അയച്ചിട്ടുണ്ട് സർ. 4 മണിക്ക് ഡാറ്റ എടുത്തു തരാന്നാ പറഞ്ഞിരിക്കുന്നത്. ഇവിടുന്ന് സ്പോട്ടിൽ പോയത്? അത് നോബിൾ. വിളിക്കേ. സ്പോർട്സ് പരിപാടിയൊക്കെ ഉണ്ടല്ലേ? യെസ് സർ. അത്ലറ്റിക്സോ ഗെയിംസോ? ഗെയിംസ്, വോളി. DCRBയിലായിരുന്നോണ്ട് പിന്നെ പ്രാക്ടീസിന് മുടങ്ങാതെ പോകാൻ പറ്റുമായിരുന്നല്ലോ അല്ലേ? 5 മണിക്ക് കമ്പ്യൂട്ടറും കൂട്ടി ഇവിടെ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം? ഫോണും കൊടുത്ത് ആളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. ഒന്ന് നേരിട്ട് പോയി ഫോളോ അപ്പ് ചെയ്യണമെന്ന് തോന്നിയില്ല. ആളുടെ റീസെന്റ് കോൺടാക്ട്സ് നോക്കി വിവരം എടുക്കുന്നുണ്ട്. അറിഞ്ഞിടത്തോളം കുറച്ച് റോങ് കോൺടാക്ട്സ് ഉള്ള ആളാ. അമ്പിളിയെ കുറിച്ച് നീ എനിക്ക് ക്ലാസ് എടുക്കണ്ട. ബ്ലഡ് സ്റ്റെയിൻ തന്നെയാണെന്ന് കൺഫേം ആയിട്ടുണ്ട്. ഗ്രൂപ്പിങ്ങും ചെയ്തു. ആളുടേതായിട്ട് മാച്ചിങ് ആണ്. അവരോട് ഒന്നുകൂടെ സംസാരിച്ചിട്ട് എന്തെങ്കിലും അഡീഷണൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്ക്. സോ ബ്ലഡ് സ്റ്റെയിന്റെ കാര്യമൊന്നും തൽക്കാലം മൊഴിയാൻ നിൽക്കണ്ട. ആദ്യത്തെ ദിവസം തന്നെ വിളിക്കാം. കളിയിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ആ സ്പോർട്സിന് പോയി, അല്ലാണ്ട് പഠിക്കാനോ വേറെ പണിക്കോ കൊള്ളാനിട്ടല്ല. SI ടെസ്റ്റ് എഴുതി പാസ്സാവേണ്ടി ഇവിടെ എത്താൻ പറ്റൂലല്ലോ. ഹിന്ദി ചെയ്തിട്ടെങ്കിൽ നമ്മൾ നേരെ ലാബിലോട്ട് പോയായിരുന്നല്ലോ. അറിയാത്തോണ്ടല്ലേ ഷാജുബൈനെ അങ്ങോട്ട് എന്തുണ്ടേലും ഓപ്പൺ ആയിട്ട് പറയണം. ചിലപ്പോൾ എൻ്റെ മൈൻഡിൽ ഓടിയെന്ന് വരില്ല, രണ്ട് പോണെന്നേ ഉള്ളൂ. സ്റ്റെഫി വൈകിട്ട് ഞാൻ കിച്ചണിലപ്പോ. സ്റ്റെഫി നീ കാര്യം മാത്രം പറ. അവന്റെ കെട്ട് കഴിഞ്ഞു പോയോ? ഇല്ല. പിന്നെ പുറത്തുനിന്നൊരു നായ വന്ന് കടിപിടിയായേ. എന്നിട്ട് ഞാൻ ഒച്ചയിട്ട് അപ്പൊ തന്നെ എന്നെ ഓടിച്ചു. അയാളുടെ പേര് അയ്യപ്പൻ എന്നല്ലേ പറഞ്ഞ? അച്ഛനയാളെ ഇടയ്ക്ക് കാണാറുള്ളതാണോ? വലിയച്ഛ അങ്ങനെ നാട്ടിൽ വരാറില്ല. എവിടെയാ വർക്ക് ചെയ്യുന്നത്? പലയിടത്തുമായിട്ടാ കെട്ടിയതാ. അത് പിന്നങ്ങ് ഒഴിഞ്ഞപ്പോഴാ ഞാൻ ആ പെണ്ണുമ്പിളെ രണ്ടാമത് കെട്ടിയതാ ഈ അയ്യപ്പൻ. അയ്യപ്പനായിട്ട് അമ്പിളി ചേട്ടന് പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഒക്കെ തന്നെ. ആര്? അയ്യപ്പനോ? ആ സാറ് വെറുതെ ഒന്ന് തിരക്കി നോക്കിയാ അറിയാം ആളെ കുറിച്ച്. ആളൊരു എക്സ് കൺവിക്റ്റാ. 86 മുതൽ 2001 വരെ DC ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു കാലത്ത് ട്രിവാൻഡ്രത്തിലെ നാഗർകോവിലെ മോഷണ കേസുകൾ എടുത്താലേ 5 കേസുകളിലായിട്ട് ഒരു 12 കൊല്ലം കണ്ട് അടിച്ചു കിട്ടി. പക്ഷെ ഇളവ് കിട്ടി. ടേമിന്റെ ലാസ്റ്റ് 4 വർഷം നമ്മുടെ കളിയേക്കാവുള്ള സ്റ്റേഷനിൽ പ്രൊബേഷനിൽ നിർത്തിയായിരുന്നു. ായിട്ട് ഡ്രൈവിംഗ് ഡ്യൂട്ടി കൊടുത്തു തുടങ്ങി. ഒടുക്കം നമ്മുടെ ഈ റിട്ടയറായ പോലീസ് ഡോഗിന്റെ ഈ എന്താ ഷെൽട്ടർ തുടങ്ങിയില്ലേ? പാർട്ട് ടൈം ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് 2 വർഷമായി ആൾ അവിടെ തന്നെയാ. പക്ഷെ ഒരാഴ്ചയായി ആളവിടെ ഇല്ല. നാട്ടിലേക്ക് അർജന്റായി പോവാണെന്നാ അവിടുത്തെ ഇൻചാർജിനോട് പറഞ്ഞത്. എന്നാ നാട്ടിലെത്തിയിട്ടില്ല അല്ലേ? ഉണ്ടായിരുന്നപ്പോ തന്നെയാ അവളുമായിട്ടും അമ്പിളി അണ്ണന് ആണുങ്ങളാകുമ്പോ സ്വല്പ സൈഡ് ബിസിനസ് ഒക്കെ ഉണ്ടാവൂലേ. ഞാൻ അത്രേ വിചാരിച്ചിട്ടുള്ളൂ. അവസാനം വയറ്റിലുണ്ടായപ്പം കെട്ടിയില്ലെങ്കിൽ കയറി തൂങ്ങിക്കളയൊന്നും പറഞ്ഞ് അവൾ അലമ്പിയപ്പോഴാ. അവളാണെങ്കി ഓ അയ്യപ്പനുള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ? ഉള്ളപ്പോഴും വരാറുണ്ട്, ഇല്ലാത്തപ്പോഴും വന്നിട്ടുണ്ട്. അതിന്റെ പേരില് പുള്ളി അയ്യപ്പനായിട്ട് എപ്പോഴെങ്കിലും? അയ്യപ്പേട്ടൻ അറിയാവുന്ന കാര്യം തന്നെയാ. അങ്ങേരെ കൊണ്ട് എന്നെ കെട്ടിച്ചതും ഈ അമ്പിളിയണ്ണൻ തന്നെയായിരുന്നു. അവര് തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ചിട്ടാ. CDR പ്രകാരം അമ്പിളി ഒരാഴ്ചയായി അയ്യപ്പനെ ഫ്രീക്വന്റ്ലി വിളിച്ചിട്ടുണ്ട്. ഒന്നുപോലെ അറ്റൻഡ് ചെയ്തിട്ടില്ല. പിന്നെ സൈബർ സെല്ലിലെ ഫ്രണ്ട് വഴി അയ്യപ്പനെ നമ്പർ ട്രാക്ക് ചെയ്യാനും അമ്പിളി നോക്കിയിട്ടുണ്ട്. അപ്പോ ശരിക്കും കള്ളനും പോലീസും കളി തന്നെയായി. ഇന്നലെ ഏകദേശം 6 മണി അടുപ്പിച്ച് അയ്യപ്പന്റെ നമ്പറിൽ നിന്നൊരു മെസ്സേജ്
വാട്സാപ്പ് അല്ല, SMS. കണ്ടിട്ട് അയ്യപ്പൻ്റെ ഈ മെസ്സേജ് വന്നത്. അപ്പോൾ ബൈപ്പാസ് ജംഗ്ഷനിലേക്ക് അമ്പിളി പോയത് ഈ കാർ നോക്കിയിട്ട് തന്നെയാണെന്ന് ഉറപ്പാണ്. ഏതാണ്ട് മധ്യസ്ഥം പറയാനൊക്കെ അമ്പിളി പോയെന്നൊരു വിവരമുണ്ട്. ഒരു എന്താ മിഥിലാജും പിന്നെ ഒരു അജി വെള്ളായനി അങ്ങനെ ഉറപ്പാണ്. 2 പേർക്കുള്ളതുണ്ട്. വേണ്ട സാർ, ഫ്രണ്ട് വെയിറ്റിംഗ് ആണ്. ഓ, എവിടെയാണ് സ്റ്റേ? തൽക്കാലം ഫ്രണ്ടിന്റെ വീട്ടിൽ തന്നെയാണ്, കഴക്കൂട്ടം. ആയിക്കോട്ടെ, എന്നാ വിട്ടോ. ശരി സാർ. കഴക്കൂട്ടത്തെ ഞാൻ പണിയെടുക്കണേ, എൻ്റെ ഓഫീസ് എവിടെയാ? ഒന്നുമില്ല, എന്നാലും ആന്റി റേബീസ് എടുക്കുന്നതായിരിക്കും സേഫ് അല്ലേ? അതൊക്കെ എടുക്കുന്നെങ്കിൽ കോണ്ടാക്ട് വന്ന് 3 മണിക്കൂറിനുള്ളിൽ എടുക്കണമായിരുന്നു. 4 മണിക്ക് നടന്ന കാര്യത്തിൽ നീ ഇപ്പോഴാണ് ചോദിക്കുന്നത്. സ്റ്റെപ്പ് വിളിച്ചിരുന്നു. എടാ, നിനക്കുള്ള ആങ്സൈറ്റി അറിയാവുന്നതല്ലേ. ഒന്നെങ്കിൽ ഇതുപോലെ തലയ്ക്ക് പിടിക്കുന്നവർക്കൊന്നും പെറ്റ്സിനെ വാങ്ങിക്കൊടുക്കരുത്. അല്ലെങ്കിൽ വാങ്ങാൻ കാണിച്ച സ്പിരിറ്റ് അതിനെ കെയർ ചെയ്യുന്നതിൽ നീ കാണിക്കണം. കാസർഗോഡ് നിന്ന് കോളുണ്ടായിരുന്നു ആ ഡോഗ്സിന്റെ കാര്യം പറയാൻ. എപ്പോഴാണ് കൊണ്ടുവരുന്നത്? അടുത്ത ശനിയാഴ്ച എത്ര ഡി ഇൻഡക്ഷൻ 12-ാം തീയതി എത്തുമെന്ന് പറഞ്ഞു. 2 ഫീമെയിലും ഒരു മെയിൽ ഡോഗും. ബി ബ്ലോക്ക് മതി. ആ, നമുക്ക് ആ ബില്ലിന്ന് എഴുതി വിട്ടാൽ കുറച്ച് പ്ലംബിംഗ് വർക്ക് ഉണ്ട്. സിംഗുമായിട്ട് ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് നിന്ന് വിളിച്ചായിരുന്നു. അയ്യപ്പനെ കുറിച്ച് ചോദിക്കാം. അത്ര വിളമ്പാവുന്ന കൃത്യം ധാരണ വേണം. അയ്യപ്പനല്ല കൾപ്രിറ്റ്. കണ്ടിട്ടുണ്ടോ? എന്താടാ ബോളിംഗാടാ. പട്ടിക്കുട്ടികളെടുത്തോട്ട് ദേവദാശണ്ണി തണ്ടി കളിക്കില്ലേ? Animal cruelty is bad, man. ഇതെന്തെന്നാ മാഷ പറഞ്ഞിട്ടുണ്ട്? ഇതിനിപ്പോ ആ പട്ടീനെ എറിഞ്ഞതിനാണെങ്കിൽ ആ എറിഞ്ഞവനെ മാത്രം അടിച്ചാ പോരെ? ഇതാ കൂട്ടത്തിലെ സകല പിള്ളേർക്കും കിട്ടിയെന്ന്. ഇവന്റെ തന്ത 15 വയസ്സായപ്പോഴാ പഴയത്. ആലോചിച്ചോക്കെ. ഉറപ്പാ മിക്സിയുടെ കൂടെ തന്നെയാ വെച്ചേ. എങ്കിൽ വിശന്നപ്പോ മിക്സി എടുത്ത് വിഴുങ്ങി കാണും. എങ്കിൽ മിക്സി ടോയ്ലറ്റിൽ പോകുമ്പോ നോക്കാം. എന്ത്? അച്ഛൻ വരുമ്പോ വേറെ വാങ്ങിയാ പോരെ, ചെറിയ പൈസയല്ലേ ഉള്ളൂ. പറയുന്നത് തിരിച്ച് എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ? സിയുടെ നമ്പർ ഇങ്ങതാ, ഞാൻ വിളിച്ചു ചോദിക്കാം. നീ ഒന്ന് അടങ്ങി ഒരു 2 ദിവസോ? അവിടെ ഇത്രയും മുത്ത റോളാണെങ്കിൽ പിന്നെ എന്തോ നിങ്ങളോട് ട്രാൻസ്ഫർ ആക്കിയത്? അത് ഇറക്കി വെക്കണമൊന്നും മെനക്കേടല്ല. ഇതിന് മുന്നേ അല്ലേ വൈഫ് പ്രഗ്നന്റ് ആയിരുന്ന പുള്ളിക്കാരന്റെ? ഇനി എന്തോ ഒരു സാധനം വാങ്ങാനുണ്ടെന്ന് അറിയോ? അതിലൊന്നും ഒരു മെനക്കേടും ഇല്ല. ഇതെല്ലാം നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി തന്നെ. അജീവ് വെള്ളായണി ഇവിടെ പച്ചയ്ക്ക് വന്നു പോകണത് ചാനലേറെ എവനിലും കണ്ട പറയണ്ടല്ലോ, ഒന്നേം തുടങ്ങും. ഏതെങ്കിലും വിധത്തില് അമ്പിളിക്ക് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നതായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് അജീന്ന് അറിയേണ്ടത്. സംഭവം ലോങ് റണ്ണിൽ എനിക്ക് ലോസാ. എന്നിട്ടും അമ്പിളിയെണ്ണം പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സെറ്റിൽമെന്റ് നിന്നത്. കമ്മീഷൻ സാർ അമ്പിളിൻ്റെ വീട്ടിൽ പോയിരുന്നില്ല. എന്നിട്ട് എത്ര രൂപ കമ്മീഷൻ വാങ്ങണ ആളായിട്ടാണ് തോന്നിയത്? 5ന്റെ പൈസ ഇതിൽ നിന്നൊന്നും അങ്ങനെ വേണ്ട. അങ്ങനെ ആർക്കും അങ്ങനെ. നമുക്കിപ്പോ ആപ്പിയല്ലാത്ത പാർട്ടിയിലേക്ക് വരാം. എന്തായിരുന്നു പേര്? മിഥിലാജ്. ആ, മിഥിലാജ്. കുറച്ചു ദിവസമായിട്ട് ഒരു കർണാടക നമ്പറിലേക്ക് അമ്പിളി പലതവണ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മിഥിലാജിന് ഗോൾഡിൻ്റെ ഇടപാടും ഫണ്ട് വെളുപ്പിക്കലും പിന്നെ കുറെ ഓൺലൈൻ ഫ്രോഡ് കേസുകളൊക്കെ ഒപ്പിച്ചിട്ടുണ്ട് അവിടെ. അവൻ എന്തായാലും ആളറിയാണ്ട് നിൽക്കാൻ പറ്റൂല. വടക്കോട്ട് കടന്നാപ്പള്ളി കടന്നിട്ടില്ലെങ്കിൽ നാളെ വൈകുന്നേരത്തിനുള്ളിൽ കിട്ടും. മുന്നേ ഉള്ള വാറണ്ട. ഇനിയിപ്പോ നിങ്ങൾ 4-5 പേര് വേണ്ടി ചവിട്ടി മെഴുകിയത് മറ്റൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നമാക്കാൻ നിൽക്കണ്ട. എന്ത് വിവരം കിട്ടിയാലും ഞങ്ങൾ അറിയിക്കുക. മിഥിലാജ് ക്രൈം ബ്രാഞ്ചിൽ സറണ്ടർ ചെയ്തു. ക്രൈം ബ്രാഞ്ചിലോ? അജി എന്നാ വെറുതെ എടുത്തിരുന്നു. പിന്നെ അത് സ്ഥിരമായിട്ടിട്ടോ, പത്രക്കാരൊക്കെ ഉള്ളതല്ലേ. ശരി ചൊല്ലു. മൂന്നാമത്തെ എപ്പിസോഡാണല്ലോ എൻട്രി. We settle this on diplomatic grounds. Sir, you know how this works. We've asked for legal advice. So, Adubaro, Thanaka, wait, Mali, please. How many more days are we talking about? Sir, our statement is on the civil police officer, Ambali Raju, has been misled. So, we might have to keep these guys in custody for a while. Sir, you wait, Mali. I'll send a coffee for you. They are going to model in the handle. സ്റ്റേറ്റ് വരാണെങ്കിൽ IPS അടിച്ച വിഷമാണ്. എൻ്റെ പിന്നെ ഇംഗ്ലീഷിലോ? സാർ എന്നെ പോയാൽ മതി. എടോ പറ്റും. ഒന്ന് തള്ളി തുടങ്ങിയ പിന്നെ ഫ്ലോയിലേക്ക് വന്നോളൂ. സുഖമായിട്ടിരിക്കുന്നടാ. എന്തായാലും നിന്റെ കല്യാണക്കാരിയൊക്കെ അപ്പം പച്ചക്കുടി കാണിച്ചോ? സാറേ കഴിഞ്ഞു. 2 വർഷമായി. കൊറോണ കല്യാണം ആയതുകൊണ്ട് മിനിമലായിരുന്നു.
അതെ ഞാൻ പിന്നെ ലാഭിച്ചിലൂടെ മാറി ഒറ്റക്കച്ചവടത്തിൽ ഫോക്കസ് ചെയ്തോണം. അല്ലാതെ പണ്ടത്തെ പോലെ അവളും അടിപൊളിയാ ഇവളും അടിപൊളിയാന്ന് പറയുന്നത് അടുക്കിരുന്ന് തുഴയരുത്. ടെല്ലസോറിന് നിനക്ക് ലോക്കലിലോട്ട് പോസ്റ്റിംഗ് based on our intel, but no luck. So, you might have contacted the concerned station in Trivandrum. No. We are not that sure about our intel. So thought The names of the suspects you are looking for. Parvagilla, sir. No, thank you. Maybe we got the wrong information. We have to look for them somewhere else. Still, you can tell their names, right? എന്നെ കാശടിച്ച് കേസ് അമ്മക്കിട്ട് വരുന്ന വരവാന്ന് അയാളുടെ ഡിഫൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി. Mind if I check your unit card? And even if I take this into custody, it will not be a protocol violation. The concerned official in charge here. ശരിക്കും പെട്ടു. പ്രതികൾ സ്ഥിരം ടൈപ്പ് കേസ് അല്ലാത്തതുകൊണ്ട് എങ്ങനെ പ്രൊസീഡ് ചെയ്യണമെന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് മീഡിയ ഒന്നും അറിയിച്ചില്ല, നേരെ ഇങ്ങോട്ട് തന്നെ കൊണ്ടുവന്നു. അണ്ടർ എക്സ്റ്റോഷൻ വരും, പിന്നെ 384 85 7 വർഷം കിടത്തുകയും ചെയ്യും. ഡിലേ എന്താ പിന്നെ? നിയമോപദേശം തേടിയിരിക്കില്ലേ. ഈ വണ്ടി നീട്ടി 20 ലക്ഷത്തിലെ 10 ലക്ഷം ഇവർക്ക് കൊടുത്തത് ഒരു മിഥിലാജ. കാപ്പാലിസ്റ്റിലേക്ക് പേരുള്ള ഒരു DC. ആ ക്രൈം ബ്രാഞ്ചിൽ അവൻ തന്നെത്താൻ സറണ്ടറായി. ബാലരാമപുരത്ത് ഒരു ഗോൾഡ് കേസിൽ ക്രൈം ബ്രാഞ്ചിൽ അവന്റെ പേരിൽ ഒരു വാറണ്ട് ഉണ്ടായിരുന്നു. സെഷൻ DYSP ത്രൂ ചോദിച്ചിട്ടുണ്ട് മിഥിലാജായിട്ട് സംസാരിക്കാൻ. കർണാടക പോലീസുകാര് അത് അമ്പിളി രാജുവാണ്. ഹലോ സാറേ, ട്രിവാൻഡ്രത്ത് നിന്ന് വന്നിട്ടുണ്ട്. എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. പച്ചയോ പഴുത്തോ? ASI ആണ്. സൗകര്യം ഉണ്ട് കേട്ടോ. ഓക്കെ. ഇവിടെ ഇപ്പം എത്ര ഡോഗ്സ് ഉണ്ട്? 12. ഒന്ന് കാണാൻ പറ്റുമോ? കുറച്ച് ബ്ലൈൻഡ് ഡോഗ്സ്. ഓക്കെ, നമുക്കൊക്കെ പ്രായമുള്ള അവസ്ഥ തന്നെ. സാറിന് തോന്നുന്ന ഓരോ ചോദ്യം കൊണ്ടുവന്നിട്ട് അതിനൊക്കെ സാർ ഉദ്ദേശിക്കുന്ന മറുപടി പറഞ്ഞെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. എടാ പൊന്നും മയില്, എന്റെ സർവീസിൽ 4-3 നിന്റെ ഡ്രാമ വിട്. ഡ്രാമ അല്ല സാറേ, സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ നിനക്ക് അമ്പിളിയുടെ കാര്യത്തിലൊന്നും അറിയില്ല. എൻ്റെ സാറേ, നിങ്ങളുടെ ഈ കണിയാർ വിളയുടെ കല്ലിടുന്ന കാലത്തോടുള്ള പരിചയം എനിക്ക് അമ്പിളി സാറിന്. അവൻ കുണപ്പിച്ചായിരുന്നല്ലേ? അത് വിട്, കാര്യം ശരിയല്ലേ? ശരിയാ, അത്യാവശ്യം നഷ്ടം അതിൽ നിന്ന് പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് മേക്കപ്പ് ചെയ്യാൻ അമ്പിളി സാർ തന്നെ വേറെ കുഴപ്പിച്ചു തന്നായിരുന്നു. എന്തുകൊള്ളു? ವೈಟ್ ಫೀಲ್ಡ್ ಸ್ಟೇಷನಲ್ಲಿ ರಿಪೋರ್ಟ್ ಆದ ಒಂದು ಫೈನಾನ್ಷಿಯಲ್ ಚೀಟಿಂಗ್ ಕೇಸ್. ಅವರು 7 ಜನ ಸಸ್ಪೆಕ್ಟ್ಸ್ ഉണ്ടായിരുന്നു. കിട്ടിയത് കാസർഗോഡുന്ന. അവರಿಂದ ವಿ ಗಾಟ್ ಡೀಟೇಲ್ಸ್ ಅಬೌಟ್ ರಿಮೈನಿಂಗ್ 2 ಮೆಂಬರ್ಸ್. ದೇ ವೇರ್ ಫ್ರಮ್ ട്രിവാൻഡ്രം. മിഥിലാജിനെ നമ്മൾ ക്ലോസ്ഡ് സർവൈലൻസിൽ വെച്ചു. കോൾഡ് അമ്പിളി രാജ്. ഇരിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് അമ്പിളി സാർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഇടയിൽ നിന്ന് വേറൊരു പാർട്ടിയുണ്ട്, കാസർഗോഡുള്ള ടീംസാ. ഒരു പരിചയക്കാരൻ വഴി അവരെനിക്ക് മുട്ടിച്ചെന്നത് അമ്പിളി സാറാ. ഇത് കൊടുത്തു എന്നുള്ള ഒറ്റ കാരണത്തിൽ പുള്ളിയുടെ പേരിൽ ലിസ്റ്റിൽ കയറി. ഗൂഢാലോചനയ്ക്ക് കേസെടുക്കാൻ അത് മതിയല്ലോ. We stayed in Trivandrum for almost a week and finally we got them from a lodge in Chala. Red hand ആಗಿ. അമ്പിളി സാറ് പോലീസുകാരനാണെന്ന് കൂടി മനസ്സിലായപ്പോൾ അവന്മാരുടെ അണ്ടവായ അങ്ങ് തുറന്ന്. Out of the list. See, if court trials you on this, 8 years jail confirm. It may not be big number for you. Your service balance irodu. What will happen if you lose your job now? No PF, no pension, nothing. മತ್ മേലാಗಿ ജയിൽ ಬೇರೆ. ഉറക്കിയിട്ട് കൊണ്ടുപോണ്ടി വരും. തിരിച്ച് പണിയാനാണ് മൈൻഡെങ്കിൽ ഇപ്പൊ തല ഒലുക്കിയിട്ട് കൂടെ ഇറങ്ങും. താഴെ എത്തിയ നമ്മളെ കൊണ്ടെന്നല്ല, ഉയരും കൊണ്ട് ഇവന്മാരൊന്നും ചാലയ്ക്ക് വെളി പോകില്ല. ഓൾറെഡി കസ്റ്റഡിയില്ല. ഇനി ഇതുപോലെ എപ്പോ വേണേലും നമ്മൾ തപ്പി വരാം. കൂടെ പൊങ്ങിയ പിന്നെ ജോലിയില്ല, പേരില്ല, അത് തോൽവിയാ. കാശ് കൊടുക്കാൻ അമ്പിളി സാറ് 10 ദിവസത്തെ സാവാസം ചോദിച്ചു. എന്നിട്ട് ഈ കാശ് അമ്പിളി നേരിട്ടാണോ നിങ്ങൾക്ക് കൊണ്ടുതന്നത്? ಹೌದು ಸರ್. ഡ്രൈവിംഗ് സീറ്റിൽ ആരായിരുന്നു കണ്ടില്ലേ? നോ സർ. But you sure it's a blue Rion car? പക്ക സർ. And it was a rented car, so a sticker on it. ഓ, പെട്രോൾ പമ്പാണിത്. പമ്പിലെ ക്യാമറയിൽ റിയോൺ കാർ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എടുത്തതെന്ന് അറിയണം. പമ്പിന്ന് റൈറ്റ് പോയാലാണ് നമ്മൾ അമ്പിളിയുടെ ഫോൺ കണ്ടെടുത്ത ചെറിയനാട്. ജസ്റ്റ് 10 കിലോമീറ്റർ. സാധാരണ ഇപ്പം നാട്ടിൽ പോയി കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാറുണ്ട്.
ഇനി അധികം ദിവസം നിൽക്കുമെങ്കിൽ അവനത് വിളിച്ച് പറയും. ശനിയാഴ്ച പോയിട്ട് ഞായറാഴ്ച തിരിച്ചു വന്നായിരുന്നു. അപ്പോൾ ഇത് വീട്ടിലേക്ക് തന്നെയാണ് അതിലവന് കള്ളം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. മാത്രമല്ല അവൻ വീട്ടിൽ നിന്ന് ഏതാണ്ട് ചക്കയപ്പവും അരിയുണ്ടയൊക്കെ കൊണ്ടുവന്നായിരുന്നു. അത് വലിക്കും. അതിപ്പോൾ ഒരു തിങ്കളാഴ്ച ഒരു ഡാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ 2 തിങ്കളാഴ്ച കഴിഞ്ഞാൽ വലിക്കത്തുള്ളൂ. എന്നെ കുറച്ച് പേടിയാ. അപ്പോൾ നമ്മൾ കോടതിയിൽ നിന്ന് തൊണ്ടി മുതലൊക്കെ ട്രഷറി കൊണ്ട് വെക്കാൻ തുടങ്ങിയത് പണ്ടത് കോടതിയിൽ തന്നെയായിരുന്നു. വഞ്ചിയൂർ കോടതിയിലെ തൊണ്ടിമുറിയിൽ നിന്ന് കമിഴ്ത്തിയിട്ടുള്ളവനാണ് ഇവൻ. ഒന്നും വേണ്ട, നിങ്ങൾക്ക് അവൻ്റെ റെക്കോർഡ്സ് എടുത്ത് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. പഴയ ഒരു വരയാട് കേസ്. ഇവിടുന്ന് പാതിരാത്രിക്ക് ഒരു വരയാടിനെ ചാടിച്ചുകൊണ്ട് പോയി മെയിൻ ഗേറ്റിന് മുന്നിലുള്ള ഇലക്ട്രിക് പോസ്റ്റിൽ കൊണ്ട് കെട്ടിയിട്ടു. സെക്യൂരിറ്റി സ്റ്റാഫ് അടക്കം 6 പേരുടെ പണി അതിർച്ചത്. ചിലവൊന്നും ഒരു പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. സംഭവം വലിയ വാർത്തയാകും, പത്രത്തിൽ വരും. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നല്ലൊരു പറയാൻ പറ്റത്തില്ല. ആടിക്കളിക്കുന്ന മനസ്സാണല്ലോ മാർക്കൊക്കെ. അധികം കാശ് കൊണ്ട് നടക്കുന്ന ടൈപ്പല്ല എന്നാ വീട്ടുകാരും പറയുന്നത്. ഒരു മേജർ ജംഗ്ഷൻ വന്നിട്ട് കോയിപ്പറയും സ്ട്രെയിറ്റ് പിടിച്ചു എന്ന് പറയുമ്പോൾ MC റോഡ് ടച്ച് ചെയ്തിട്ടുണ്ടാവാൻ തന്നെയാണ് സാധ്യത. ഹൈവേ കയറി പിന്നെ പിക്ചറിലില്ല. സ്റ്റിക്കർ ഒട്ടിച്ചിറങ്ങിയ സെറ്റപ്പാ. വണ്ടി നമ്പർ ആണ് പെരിന്തൽമണ്ണയുള്ള ടെമ്പോ ട്രാവലറിന്റെ. ഓക്കെ പ്രവീണേ, താങ്ക്സ്. ഫോൺ കിട്ടിയ ചെറിയ നാടിനിടയ്ക്ക് സെർച്ച് പാർട്ടിയെ ഡിപ്ലോയ് ചെയ്യണം. അധികം ആളുകൾ വരാത്ത സ്ഥലങ്ങളും കാട് മൂടിയതോ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഏരിയാസോ അങ്ങനെ. എങ്ങനെയാണോ ബോഡി കിട്ടുന്നത്? ഓക്കെ, സീസൺ 1 പോലല്ല, സീസൺ 2 കുറച്ചുകൂടി ഇൻട്രിക്കേറ്റ് ആണ്. കേസ് കുറച്ചുകൂടി ഇനി എത്ര എപ്പിസോഡ്സ് ഉണ്ട് ബാക്കി? ബാക്ക് ടു സ്ക്വയർ 1 മറ്റേതുപോലെ തന്നെ 3 എപ്പിസോഡ്സ് ബാക്കി. നമ്മുടെ ഫസ്റ്റ് കേസ് കേരള ക്രൈം ഫയൽസ് സീസൺ 1 കേസ് വാസ് ബിറ്റ് മോർ ഒരു യുണീക്ക് കേസായിരുന്നു. കാരണം നമ്മൾ ഈ സെക്സ് വർക്കേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് അധികം നമ്മുടെ സിനിമയിലൊന്നും കണ്ടിട്ടില്ല. ഈ ഒരു പ്രൊഫഷൻ തന്നെ സിനിമയിൽ ഹോളിവുഡ് ലൈക്ക് മോളിവുഡ് റിലേറ്റഡ് കാര്യങ്ങൾ, ഈവൻ ബോളിവുഡിൽ തന്നെ അവർക്ക് ജസ്റ്റിസ് ചെയ്ത് ഒരു സ്റ്റോറിയൊന്നും ആരും ബിൽഡ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റിൻ്റെ സ്റ്റോറി കുറച്ച് യുണീക്കായിരുന്നു. പക്ഷേ ഇത് കുറച്ചുകൂടി ഇൻട്രിക്കേറ്റ് ആണ്, കുറച്ചുകൂടി ഫൈനർ ഡീറ്റെയിൽസ് ഉണ്ട്. കേസ് കുറച്ചുകൂടെ വലുതാണ്. മറ്റേ കേസിൻ്റെ അതൊരു സാധാരണ കാരണം ചെയ്ത കുറ്റമാണ്. ഇതിലൊരു സിൻഡിക്കേറ്റ് മുഴുവനുണ്ട്. ഗുണ്ടകളുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, പോലീസുകാരുണ്ട്, പോലീസുകാർ ഗുണ്ടകളുമായിട്ട് കണക്ഷനുള്ള പോലീസുകാരുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന 2 ക്യാരക്ടേഴ്സ്, കുറച്ച് ഡെപ്തുള്ള 2 ക്യാരക്ടേഴ്സ്, ഒന്ന് അമ്പിളി, ഒന്ന് നമ്മുടെ അയ്യപ്പൻ. ഇവർ 2 പേരും മോസ്റ്റ് ലൈക്ലി 2 പേരും മരിച്ചിട്ടുണ്ട്. കാരണം അയ്യപ്പൻ എന്തിനാണ് ഇവന്മാരിത് ചെയ്തതെന്നുള്ള കാര്യമാണല്ലോ. അത് നമുക്കിനി ബാക്കി എപ്പിസോഡ്സിൽ കണ്ടറിയാമല്ലേ. പിന്നെ കുറച്ചുകൂടി ഇൻവോൾവിങ് ആണ്. ഫസ്റ്റ് സ്റ്റോറിനേക്കാളും കമ്പയർ ചെയ്തിട്ട് നമുക്കൊരു എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ ഒരു ആകാംക്ഷയുണ്ട്. സോ കഥയിൽ ഞാൻ കുറച്ചുകൂടി ഇൻവെസ്റ്റഡ് ആണ് കമ്പയർഡ് ടു ദ ഫസ്റ്റ് വൺ. കുറച്ച് ബെറ്റർ സ്റ്റോറി ഉണ്ട്. പിന്നെ അജു വർഗീസിൻ്റെ എൻട്രി നമുക്ക് ഈ എപ്പിസോഡ് 3 മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ഫുൾ ടീം തിരിച്ച് വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അത് ഇവിടെ നമുക്ക് കാണാൻ പറ്റി. സോ ഐ വുഡ് ലൈക്ക് ടു സീ ഹിം ഇൻ ദ റെസ്റ്റ് ഓഫ് ദ എപ്പിസോഡ്സ്. 4, 5, 6 എന്തായാലും അജു വർഗീസ് ഉണ്ടാവും. ഒരു പ്രോപ്പർ ക്രൈം ത്രില്ലറായിട്ട് മാറുന്നുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അധികം ഡ്രാമയില്ല, ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല. പ്രോപ്പറായിട്ടൊരു അന്വേഷണം അത് നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് വെരി നൈസ്. സോ യാ, ഐ എം റിയലി എൻജോയിങ് ദിസ് സോ ഫാർ. പാർട്ട് 2 ഉടനെ കംപ്ലീറ്റ് ആവും. അപ്പോൾ എനിക്കൊന്ന് ഫുള്ള് കാണാതെ ഒരു റിവ്യൂ പറയുന്നത് മൈ നോട്ട് ബി എ ഗുഡ് ഐഡിയ ഫോർ ദിസ് വൺ. സോ കണ്ടിരുന്ന വി ക്യാൻ ഡു എ റിവ്യൂ. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ സജസ്റ്റിംഗ് ദിസ്. ഇത് ആരാ ആദ്യം സജസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഫ്രണ്ട്സ് സംഭവമാണോ? ലാസ്റ്റ് വിസ്പർ 84 പറയുന്നുണ്ടായിരുന്നു, പക്ഷേ അതിന് മുന്നേ ആരോ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരാന്ന് മറന്നുപോയി. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ റെക്കമെൻഡിങ് ദിസ്. സ്റ്റോറി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ ആക്ച്വലി സ്റ്റോറി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് ആരാ ചെയ്യുന്നത്, എന്തിനു വേണ്ടി ചെയ്തതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ തലയിലൊരു ഫോഗാണ്, ഒരു ക്ലൗഡാണ്.
അതാ ഞാൻ ഇൻവോൾവ് ആയിരുന്നു സംസാരിക്കുന്നത്. ക്യാമറ ഉള്ള കാര്യമൊക്കെ മറന്നുപോയി. Okay, so without further ado, I'm going to wrap this up, and if you want to watch part 2 of this reaction, stick around on this channel and hit the thumbs up button if you like what you're watching. And I'll see you guys next video. Good night. Goodbye.